ഫാമിലി, അങ്ങനെ ഒരു അക്കാദമിക് ഇയർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ക്ലാസ് 9 പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ എക്സാം ഒക്കെ എഴുതി വെക്കേഷനിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കാര്യമാണ്, ഇനി ഞാൻ പോകുന്നത് ക്ലാസ് 10ലേക്കാണ് അല്ലെ. ഇത്രയും കാലം നിങ്ങളുടെ റിസൾട്ടുകൾ ഒന്നും മാറ്റർ ചെയ്തിട്ടില്ല. നിങ്ങളുടെ മാർക്സുകൾ നിങ്ങളുടെ പാരൻസ് മാത്രമാണ് അറിഞ്ഞിട്ടുള്ളൂ. അവരുടെ ഇടയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു നമ്മളുടെ എല്ലാ റിസൾട്ടുകളും, നിങ്ങളുടെ പഠന രീതികളും, എല്ലാ കാര്യങ്ങളും അല്ലെ. പക്ഷെ ക്ലാസ് 10ലേക്ക് പോകുമ്പോൾ നിങ്ങൾ ക്ലാസ് 10ന്റെ ഫസ്റ്റ് ഡേ തൊട്ട് എല്ലാവരും നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഫുൾ A1 വാങ്ങില്ലേ, ഫുൾ A1 വാങ്ങില്ലേ എന്നുള്ള ഒരു കാര്യമായിരിക്കും. സോ നിങ്ങളുടെ ഉള്ളിലും അടുത്ത കൊല്ലം, അതായത് CBSE 10ാം ക്ലാസ്സിന്റെ ബോർഡ് എക്സാം റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഫുൾ A1 കിട്ടണം എന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം. അപ്പൊ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് സയൻസിലെ ഒരുപാട് സബ്ജക്റ്റുകളിലാണ് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ളത്, അല്ലെങ്കിൽ A1 നമുക്ക് വാങ്ങിക്കാനുള്ളത്. സോ അതിനുള്ള പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തുള്ളൂ. സോ അതിനെ നമുക്ക് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ അപ്പോൾ അവിടെ ഇടേണ്ട എഫേർട്ടുകൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഒന്നാമത് ക്ലാസ് 10 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു റിസൾട്ടിനെ ആലോചിച്ചുകൊണ്ടുള്ള ടെൻഷൻസ് ഉണ്ടായിരിക്കും. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കിടയിൽ മറ്റുള്ളവരുടെ ഒരു പ്രഷർ കുക്കറിൽ ഇട്ട പോലെയാണ് നമ്മൾ. സോ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങളുടെ ആ ഒരു സ്ട്രെസ് വളരെയധികം കുറയും. നല്ലൊരു റിസൾട്ടിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്താൻ വേണ്ടി പറ്റും. സോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാമിനർ ഫാമിലി എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ തന്നെ CBSE 10ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ എക്സാമിനർ ഫാമിലി ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അവസരമുണ്ട്. അതായത് നമ്മുടെ CBSE ബാച്ച്, നിങ്ങൾക്കറിയാം CBSE 10ന്റെ ലക്ഷ്യ ബാച്ചാണ് നമ്മളുടെ 10ാം ക്ലാസ്സിന്റെ CBSE ബാച്ചിന്റെ പേരെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. ഓരോ ചാപ്റ്റേഴ്സും, അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ അടിപൊളിയായിട്ട് ഈ റെക്കോർഡഡ് ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ റെക്കോർഡഡ് ക്ലാസ്സസിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ്, ടോപ്പിക് വൈസ് ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പോസ് ചെയ്ത് എത്ര സ്പീഡുകൾ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി പറ്റും, അതിനനുസരിച്ച് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാം. അതാണ് റെക്കോർഡ്. സ്പീഡ് കൂട്ടിയിട്ട് കുറച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഓരോ ചാപ്റ്ററിന്റെയും ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള വർക്ക് ഷീറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതായത് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ആണ് ഈ വർക്ക് ഷീറ്റ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് സെറ്റായി. അതിനുശേഷം ഇതേപോലെ തന്നെ നമ്മളുടെ ഓരോ ക്ലാസ്സസിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസിന്റെ PDF ആയിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് A1 നേടാനുള്ള ഒരു അവസരമുണ്ട്. സോ ഈ ഒരു ലക്ഷ്യ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 3990 രൂപയാണ് നമ്മളുടെ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ നോക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നാണ് ഈ ലക്ഷ്യ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ നെക്സ്റ്റ് ഇയർ വെക്കേഷൻ ഒക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നെക്സ്റ്റ് ഇയറിലെ നമ്മളുടെ ക്ലാസ് 10 ലക്ഷ്യ ബാച്ചിന്റെ ലോഞ്ച് നടക്കാൻ വേണ്ടി പോകുകയാണ്. അത് 31 മാർച്ചിനായിരിക്കും. അപ്പൊ 31 മാർച്ച് 7 മണിക്കാണ് നമ്മളുടെ ഈ ഒരു ബാച്ച് ലോഞ്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. സോ മാക്സിമം നിങ്ങൾ ഈ ഒരു ബാച്ച് ലോഞ്ചിൽ പങ്കെടുക്കണം. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബാച്ചിൽ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ ഈ ഒരു ബാച്ച് ലോഞ്ച് മറക്കരുത്. 7 മണിക്കാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. സോ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതെ ഈ 2 നമ്പേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻസ് ഉറപ്പിക്കുക. ആൻഡ് മാക്സിമം ഒരുപാട് പേർക്ക് നമ്മുടെ CBSEക്ക് ബാച്ച് ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് 31 ഉറപ്പായിട്ടും 7 മണിക്ക് നമ്മുടെ ബാച്ച് ലോഞ്ചിന് നിങ്ങൾ എല്ലാവരും എത്തണം. അവിടെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദി ഇവന്റ്.